പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 24-ാം വചനത്തിൽ ഇപ്രകാരം ഹോളി സ്പിരിറ്റ് നമ്മളോട് പറയുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് വെറുതെ ഇരിക്കും. നിലത്ത് വീണ് ചാകുന്നുവെങ്കിലോ വളരെ വിളവുണ്ടാകും. നമുക്കറിയാം, ഒരു വിത്ത് നാം വിതയ്ക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കിളിർപ്പ് പുറത്ത് വരണമെങ്കിൽ അതൊരു പെയിൻഫുൾ പ്രോസസ്സ് അല്ലേ? ആ വിത്ത് അങ്ങനെ തന്നെ ഇരുന്നാൽ കിളിർപ്പുണ്ടാകുമോ? ഇല്ല. ആ വിത്ത് തകരണം, അത് പൊട്ടി പിളരണം. അപ്പോഴാ ആ പച്ചപ്പുള്ള കിളിർപ്പ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയട്ടെ, കർത്താവ് നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് വളരെയധികം വിളവുണ്ടാകേണ്ടതിനാ, ഫലം കായ്ക്കേണ്ടതിനാ, നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ച ദൗത്യങ്ങൾ മനോഹരമായി ചെയ്തെടുക്കേണ്ടതിനാ. വിത്താകുന്ന നാം മുറിയപ്പെടാതെ, തകരപ്പെടാതെ നമ്മളിൽ കിളിർപ്പുണ്ടാകുമോ? കിളിർപ്പുണ്ടാകാതെ അവിടെ ഒരു വളർച്ചയുണ്ടോ? ഇല്ലല്ലോ, അല്ലേ? ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഓരോ മുറിവുകളും, ഓരോ സ്കാറും, ഓരോ തകർച്ചകളും അത് ഓരോ വിത്തുകളാണ്. നിങ്ങൾ ഓരോ പ്രാവശ്യവും തകരപ്പെടുമ്പോൾ അതിൽ നിന്ന് കിളിർപ്പുകൾ പുറത്തു വരികയാണ്. ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾ വളർന്ന് പന്തലിക്കും. ഒരു വലിയ വൃക്ഷത്തിൻ്റെ കീഴിൽ അനേകം മനുഷ്യരും മൃഗങ്ങളുമൊക്കെ വന്ന് അഭയം തേടുന്നത് പോലെ, അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് പോലെ, നിങ്ങളാകുന്ന ആ ദൈവിക ആ വലിയ ഒരു വൃക്ഷം പോലെ നിങ്ങളെ വളർത്തി, നിങ്ങളാകുന്ന ആ വൃക്ഷത്തിൽ നിന്ന് ദൈവിക ഫലങ്ങൾ മറ്റുള്ളവർ അനുഭവിക്കത്തക്കവണ്ണം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തും. ഓരോ മുറിവും ഓരോ വിത്തായി കണക്കാക്കിയാൽ മതി. ആ വിത്ത് കിളിർക്കുകയാണ്, അത് വളർന്ന് പന്തലിക്കുകയാണ്, അത് അനേകർക്ക് ഫലം കൊടുക്കും. ധൈര്യമായിട്ടിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക, പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, താങ്ക് യു സോ മച്ച്. അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിന് നന്ദി. ഞങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് അങ്ങേക്ക് വലിയ പദ്ധതിയുണ്ടല്ലോ. ആ പദ്ധതിയുടെ നിവർത്തീകരണത്തിലേക്ക് ഓരോ ദിനവും അങ്ങ് ഞങ്ങളെ നയിക്കുന്നതിന് നന്ദി. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അനുവദിക്കുന്ന ഓരോ മുറിവിനും നന്ദി. അതോരോ വിത്തുകളായി പൊട്ടിക്കിളർക്കുന്നതിന് നന്ദി. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. അവരോട് അങ്ങ് ഹൃദ്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി. ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, സർവബുദ്ധിയും കവിയുന്ന സമാധാനത്താൽ അങ്ങയുടെ മക്കളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വ അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, ഓരോ മുറിവും ഓരോ വിത്ത. ആ ഓരോ മുറിവിലും വിത്തുകൾ പൊട്ടിക്കിളിർക്കുകയാണ്. മുറിഞ്ഞ് തകർന്നിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, ആനന്ദിക്കുക, സെലിബ്രേറ്റ് ചെയ്യ്, റിജോയ്സ് ചെയ്യ്. ഈ മുറിവിൽ അഭിഷേക തൈലം അധികമായി നിങ്ങളുടെ മേൽ പകരപ്പെടുകയാണ്. അസാധാരണമായ വ്യക്തിത്വമായി പരിശുദ്ധാത്മാവ് നിങ്ങളെ പണിതുകൊണ്ടിരിക്കുക. ബ്ലെസ് യു.